ആരാണ് ഗ്രേറ്റ തൻബർഗ്? കഴിഞ്ഞ ദിവസമാണ് 22 വയസ്സുകാരിയായ ഗ്രേറ്റ തൻബർഗ് എന്ന ലോക പരിസ്ഥിതി പ്രവർത്തകയും 437 ആക്ടിവിസ്റ്റുകളും പാർലമെന്റ് അംഗങ്ങളും അഭിഭാഷകരും അടങ്ങിയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില എന്ന കപ്പൽ പടയെ ഇസ്രയേൽ സൈന്യം തടയുന്നത്. ഗാസയിലെ ഇസ്രയേലിൻ്റെ 16 വർഷത്തെ സമുദ്ര ഉപരോധം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനായിരുന്നു അവരുടെ ശ്രമം. അതേസമയം തന്നെ ഗ്രേറ്റയടങ്ങുന്ന എല്ലാവരെയും ഇസ്രയേൽ സൈന്യം ബലം പ്രയോഗിച്ച് ബന്ദികളാക്കി. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു തുർക്കിഷ് ആക്ടിവിസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ ഗ്രേറ്റയെ മുടിയിൽ പിടിച്ച് വലിച്ചിഴക്കുകയും ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവളെ അടിക്കുകയും ഇസ്രയേൽ കൊടിയിൽ മുത്തമിടാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇസ്രയേൽ തടങ്കലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ഇസ്രയേൽ കസ്റ്റഡിയിൽ തനിക്ക് കടുത്ത പീഡനമാണ് നേരിടുന്നതെന്നാണ് ഗ്രേറ്റ തൻബർഗ് സ്വീഡൻ എംബസി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. തൻ്റെ 14-ാം വയസ്സിൽ തന്നെ പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയിൽ ലോക ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഗ്രേറ്റ. 2018 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൽ നടത്തിയ ഹൗ ഡയർ യു എന്ന പ്രസംഗത്തിൽ ലോക നേതാക്കളോട് ഗ്രേറ്റ വളരെ കടുത്ത ഭാഷയിൽ പല ചോദ്യങ്ങളും ചോദിച്ചു. പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ വംശഹത്യയും പീഡനവും അനുഭവിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും അവൾ മടിച്ചില്ല. തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ലോകം ഭയക്കുന്ന ഇസ്രയേൽ സൈന്യത്തിനെതിരെ എതിർക്കാനുള്ള ഗ്രേറ്റയുടെ ഇച്ഛാശക്തി ഈ കാലത്തെ ഓരോ യുവാക്കൾക്കും പ്രചോദനം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.